സത്യത്തിൽ രാഷ്ട്രീയമെന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എങ്കിൽ പൊതുജന സേവകൻ എന്നത് ജനത്തെ സേവിക്കുക എന്നതാണ്. ഇവിടെ ഈ രാഷ്ട്രീയക്കാരനായ പൊതുജന സേവകൻ സോഷ്യൽ മീഡിയ ബിംബവൽക്കരണത്തിനപ്പുറം ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ജനത്തിൻ്റെ പ്രിയങ്കരനായി മാറുന്ന കാഴ്ചയാണ്. ഇക്കഴിഞ്ഞ ചിങ്ങം 1 പിറന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്വപ്ന വീടിൻ്റെ ആഹ്ലാദത്തിലാണ്. വീടില്ലാത്ത ആളുകളെ കണ്ടെത്തി അവർക്ക് തലചായ്ക്കാൻ ഒരു വീട് നിർമ്മിച്ചു നൽകുക എന്ന പദ്ധതിക്കാണ് രാഹുൽ മാങ്കൂട്ടം MLA തുടക്കമിട്ടിരിക്കുന്നത്. സ്മൈൽ ഭവന പദ്ധതിയിലൂടെ അർഹരായ 5 പേരെ കണ്ടെത്തി അവരുടെ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടം. ഈ 5 വീടുകൾ കൊണ്ട് പദ്ധതിയുടെ ലക്ഷ്യം അവസാനിക്കില്ല എന്നും മുന്നോട്ടും വീടില്ലാത്തവരെ കണ്ടെത്തി അവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. ആദ്യഘട്ടമായി ഇപ്പോൾ 5 വീടുകൾക്കാണ് തറക്കല്ലിടുന്നത്. നടൻ ആസിഫ് അലിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ച് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. ഇൻഡൽ ഗ്രൂപ്പ് ചെയർമാൻ മോഹനൻ ഗോപാലകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ആയിരുന്നു തറക്കല്ലിടൽ. രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിൻ്റെ ഈ വേറിട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയ സുഹൃത്ത് നടൻ ആസിഫ് അലി ഓടിയെത്തുകയായിരുന്നു ചടങ്ങിലേക്ക്. വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ ഏറെ പഴികൾ കേട്ട രാഹുൽ മാങ്കൂട്ടം പക്ഷേ തൻ്റെ ജനസേവന ലക്ഷ്യത്തിൽ നിന്നും പതറാതെ മുന്നോട്ട് തന്നെയാണ്. സ്മാർട്ടിൻ്റെ തന്നെ ഭാഗമാണ് സ്മൈൽ എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. സ്മാർട്ടിൻ്റെ ഭവന പദ്ധതിയാണ് സ്മൈൽ. സ്മാർട്ട് എല്ലാ മേഖലയിലുമുള്ള MLAയുടെ പ്രവർത്തനങ്ങളുടെ ഒരു ടോട്ടാലിറ്റിയാണ്. സ്മാർട്ട് ബ്രിഗേഡ്, സ്മാർട്ട് അവാർഡ്സ്, സ്മാർട്ട് വാളണ്ടിയേഴ്സ് എന്നിങ്ങനെ വിവിധ പദ്ധതികളുണ്ട്. അതിലൊന്നാണ് സ്മാർട്ട് സ്മൈൽ. കൂടുതൽ യുവാക്കളെ ഇതിൻ്റെ ഭാഗമാക്കാനാണ് മാങ്കൂട്ടത്തിൻ്റെ തീരുമാനം. ഒരു കൂരയിൽ മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാക്കാനാണ് സ്മൈൽ ശ്രമിക്കുന്നത് എന്ന് മാങ്കൂട്ടം പറഞ്ഞു. ജനപ്രതിനിധി എന്നാഗ്രഹിച്ച് ഞാൻ ജനസേവന രംഗത്തേക്ക് വരുമ്പോഴേ എൻ്റെ മനസ്സിലുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഭവന പദ്ധതിയിലൂടെ നിർധനരായ ആളുകൾക്ക് വീടെന്ന സ്വപ്നം നടക്കാത്തവരെ കണ്ടെത്തി അത് പൂർത്തീകരിക്കുക എന്നത്. ഇൻഡൽ ഗ്രൂപ്പിൻ്റെ CSRI ഫണ്ടിനെ കുറിച്ച് കേട്ട രാഹുൽ മാങ്കൂട്ടം ഉടൻ തന്നെ അപേക്ഷ വയ്ക്കുകയായിരുന്നു. ഇൻഡൽ ഗ്രൂപ്പ് മോഹനൻ ഗോപാലകൃഷ്ണൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ പിന്നീട് ഒരുമിച്ച് നിന്നു. വീടിനായി അപേക്ഷ ലഭിച്ചപ്പോൾ അവരുടെ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ അർഹരാണോ എന്ന് മാത്രം പരിഗണിച്ചാണ് പ്രാഥമികമായി ഈ 5 പേരെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ജനുവരി 1 തന്നെ ഈ വീടുകൾ പൂർത്തീകരിക്കണം എന്നതാണ് ലക്ഷ്യമിടുന്നത് എന്നും രാഹുൽ മാങ്കൂട്ടം പറയുന്നു. ചരിത്രത്തിൽ ഇടം നേടിയ ഭൂരിപക്ഷത്തിലാണ് പാലക്കാടിൻ്റെ പ്രിയങ്കരനായി ഉദിച്ചുയരുന്ന ഈ യുവത്വം പാലക്കാടിൻ്റെ സമഗ്ര വികസനത്തിനായി മുന്നിട്ടിറങ്ങുന്നത്. യുവാവായ ഒരു MLAയുടെ ഏറ്റവും നല്ല ചിന്തയാണ് ഇത്. മനുഷ്യത്വം മരവിക്കുന്ന ഈ കാലത്ത് സഹജീവികളെ ചേർത്ത് പിടിക്കാൻ രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്ന മനസ്സ് പ്രശംസനീയം തന്നെയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടി ക്ലാസുകളിൽ വർഗബോധം മാത്രം വളർത്തി തങ്ങളെ മാത്രം ഉയർത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകയാവട്ടെ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ സമര പോരാട്ടങ്ങളിൽ സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെയും ജനവിരുദ്ധമായ നടപടികളെ നഖശിഖാന്തം ചോദ്യം ചെയ്ത് പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങി ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടും തൻ്റെ നിലപാടുകളിൽ ഉറച്ചുനിന്ന് ജനത്തിനു വേണ്ടി പ്രവർത്തിച്ച രാഹുൽ മാങ്കൂട്ടം ഇടതുപക്ഷത്തിൻ്റെ നിശ്ചിതമായ വിരോധത്തിന് പാത്രമായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആശയം കൊണ്ട് നേരിടേണ്ടതിന് പകരം
അപവാദങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ CPM മുന്നിട്ടിറങ്ങുന്നത്. ഇതിലൊന്നും തന്നെ തെല്ലും വിരണ്ടു പോകാതെ തൻ്റെ രാഷ്ട്രീയ ജനസേവന ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധയൂന്നി മുന്നോട്ട് നീങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടുകാർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ KSUവിലൂടെയാണ് രാഹുൽ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. തൊട്ടടുത്ത വർഷം KSUവിൻ്റെ അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിൻ്റെ പെരിങ്ങനാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമായി. പിന്നീട് യൂണിവേഴ്സിറ്റി കൗൺസിലർ, KSU ജില്ലാ പ്രസിഡന്റ്, NSU ദേശീയ സെക്രട്ടറി, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC അംഗം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, അങ്ങനെ 18 വർഷം കൊണ്ട് പാർട്ടിയിലെ വിവിധ ചുമതലകൾ, പദവികൾ, ഒടുവിൽ 2023 യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇങ്ങനെ പടിപടിയായി കോൺഗ്രസിൽ ഉയർന്നു വന്ന ഈ യുവത്വം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനസേവനത്തിൻ്റെ മുഖമായി മാറുകയാണ്. വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ പുതിയ വഴികൾ വെട്ടി തുറക്കുമ്പോൾ നിർധനരായ ആളുകൾക്ക് അത് സമാശ്വാസത്തിൻ്റെ സ്വാന്തനമാകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഉദ്യമം നാളെ കേരളക്കരയാകെ വളരട്ടെ. വീടെന്ന സ്വപ്നം ചുമലിൽ മുഖമായി കരുതുന്നവർക്ക് ആശ്വാസമായി രാഹുൽ മാങ്കൂട്ടം നിങ്ങൾക്ക് മുന്നിലുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.